ഏറ്റവും ശക്തമേറിയ പ്രാർത്ഥന ആര് പ്രാർത്ഥിക്കുന്നറിയോ? ദ പവർഫുൾ പ്രയർ ഇസ് എ സീക്രട്ട്. ഞാനും അനിൽ പാസ്റ്ററും ഒന്നിച്ച് കൈകോർത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെക്കായാലും, ഞാനും ഷിജിനും ഒന്നിച്ച് കൈകോർത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെക്കായാലും ഏറ്റവും ശക്തമേറിയ പ്രാർത്ഥനയാണ് ഞാനും ജീനായും ഞങ്ങൾ കൈകോർത്ത് പ്രാർത്ഥിക്കുന്നത്. പല ബന്ധങ്ങളുണ്ട് ഇവിടെ, പല നിലയിലുള്ള ബന്ധങ്ങളുണ്ട്. ഏറ്റവും സ്ട്രോങ് ശക്തമേറിയ ബന്ധം ഏത് ബന്ധമാണെന്നറിയോ? ഭൂമിയിൽ ഉടമ്പടിയുടെ ബന്ധം. ഏറ്റവും വലിയ സ്നേഹം ബൈബിൾ പറയുന്നത് അമ്മയുടെ സ്നേഹമാണ്. ദൈവം കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്നേഹം അമ്മയുടെ സ്നേഹമാണ്. ദൈവം കഴിഞ്ഞാൽ ഏറ്റവും വലിയ കരുതൽ അപ്പന്റെ കരുതലാണ്. പക്ഷെ ഏറ്റവും വലിയ ബന്ധം, ശക്തമായ ബന്ധം എന്നാണെന്നറിയോ? ഭാര്യ ഭർത്തൃബന്ധം. ബാക്കിയെല്ലാം രക്തബന്ധങ്ങളിലൂടെ ഉണ്ടായ ബന്ധമാണ്. ഇവര് തമ്മിൽ രക്തബന്ധങ്ങളില്ല, പക്ഷെ ഇതുപോലൊരു ബന്ധം ഉലകത്തിലില്ല. അത് ദൈവിക ഉടമ്പടിയുടെ ബന്ധമാണ്. ഏറ്റവും ശക്തമേറിയ പ്രാർത്ഥന ആര് പ്രാർത്ഥിക്കുന്നറിയോ? ദ പവർഫുൾ പ്രയർ ഇസ് എ സീക്രട്ട്. ഞാനും അനിൽ പാസ്റ്ററും ഒന്നിച്ച് കൈകോർത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെക്കായാലും, ഞാനും ഷിജിനും ഒന്നിച്ച് കൈകോർത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെക്കായാലും ഏറ്റവും ശക്തമേറിയ പ്രാർത്ഥനയാണ് ഞാനും ജീനായും ഞങ്ങൾ കൈകോർത്ത് പ്രാർത്ഥിക്കുന്നത്. അപ്പം ശരീരം, മനസ്സ്, ആത്മാവ് ഒറ്റ സ്കെയിലേ വരണം. രണ്ടുപേരും ഒന്നാകണം. പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിൽ എന്ത് ചെയ്യണം? ഒന്നാകണം. ചർച്ചയിൽ വരുമ്പം, കൈ പിടിക്കുമ്പം, പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പം അവര് മൈൻഡിലും സ്പിരിറ്റിലും ബോഡിയിലും ഒന്നാകണം. ചിലപ്പോൾ ഇച്ചിരി സമയം എടുത്ത് ഒന്നാകാം, പ്രാർത്ഥിച്ച് കയറി ഒന്നാകാം. പക്ഷെ ഒരു ഭാര്യയും ഭർത്താവും കൈ കോർക്കുമ്പം ഇനി അവർ ഒന്നാകണ്ട, അവരൊന്നാണ്. നിങ്ങൾ രണ്ടും രണ്ടല്ല, ഒറ്റ ശരീരമായി നിങ്ങൾ ഒന്നാണ്. കാരണം കർത്താവ് അവരെ രണ്ടായിരുന്നവരെ ഒന്നാക്കിയതാണ്. അത് എന്നിട്ട് ദൈവം പറഞ്ഞു, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത്. അപ്പൊ ദൈവം യോജിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അവിടെ നിന്നോണ്ട് എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും ശ്രദ്ധിക്കുക. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി കൈ കോർക്കാൻ മടിക്കരുത്. നിങ്ങളുടെ ഭർത്താവ് പ്രാർത്ഥനയിൽ താല്പര്യപ്പെടുന്ന ഒരാളല്ലായിരിക്കാം, പ്രാർത്ഥിക്കാത്ത ഒരാളായിരിക്കാം, പ്രാർത്ഥനയെ എതിർക്കുന്ന ഒരാളായിരിക്കാം. അവരോട് ഞാൻ പ്രത്യേകം പറയുന്നു, നിങ്ങൾ ദൈവത്തോട് ഇങ്ങനെ പറയണം: കർത്താവേ, നീ ഞങ്ങളെ യോജിപ്പിച്ചതാണ്. ഞങ്ങൾ രണ്ടല്ല, ഒറ്റ ദേഹമാണ്. ഞാൻ എൻ്റെ ശരീരം നിനക്ക് വേണ്ടി, എൻ്റെ ആത്മാവ് നിനക്ക് വേണ്ടി തന്നെങ്കിൽ ഇതിങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കാൻ പാടില്ല. പരിശുദ്ധാത്മാവ് ഈ ദേഹത്തെ തൊട്ടേ പറ്റൂ. You declare it. Amen. It will happen. Amen. It will happen. Amen. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിഷൻ കാണുന്നത് പോലെ കണ്ട് ഞാൻ സഭയോട് പറയുന്നു, ഈ 2026 തീരുന്നതിന് മുൻപ് നീയും നിന്റെ കുടുംബവും യഹോവയെ സേവിക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങൾ ഫാമിലിയായി കർത്താവിലേക്ക് തിരിയും. വീടുകൾക്കകത്ത് നിൽക്കുന്ന ഡിസ്യൂണിറ്റി, അനൈക്യതയുടെ ആത്മാവ് ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ഉടഞ്ഞു പോകട്ടെ. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തിൽ, സ്പിരിറ്റ് ഓഫ് ഡിസ്യൂണിറ്റി, പ്രാർത്ഥനയിലുള്ള ഡിസ്യൂണിറ്റി, ആരാധനയിലുള്ള ഡിസ്യൂണിറ്റി, പല വിഷൻസ് മാറിപ്പോകട്ടെ. ആരാധനയിൽ ഒരു വിഷനാകട്ടെ, പ്രാർത്ഥനയിൽ ഒരു വിഷനാകട്ടെ, ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരു വിഷനാകട്ടെ. ആ കുടുംബം ഒറ്റ ദർശനത്തിൽ മുന്നേറട്ടെ. ഷാജിന് ഏറ്റവും പേടിയുള്ള 2 സംവിധാനങ്ങളേ ഉള്ളൂ. ഒന്ന് കുടുംബവും, 2 സഭയും.
കാരണം ഇത് രണ്ടും ദൈവത്താൽ സ്ഥാപിതമായതാണ്. ദൈവത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. കുടുംബത്തെ ഈ ഭൂമിയിൽ ഉണ്ടാക്കിയത് ദൈവമാണ്. സഭയുടെ സ്ഥാപകൻ ക്രിസ്തുവാണ്. ഇത് രണ്ടും ദൈവിക സംവിധാനമായതുകൊണ്ട് ഇതിനെതിരെ എപ്പോഴും പൈശാചിക മേഖലകൾക്ക് ചലഞ്ചുണ്ട്. പക്ഷെ ഇത് രണ്ടും ദൈവ വചനത്തിനകത്ത് നിന്നാൽ, ഇത് രണ്ടും വ്യവസ്ഥയിൽ നിന്നാൽ രാജ്യങ്ങളെ, പട്ടണങ്ങളെ, ദേശങ്ങളെ തൊടുവാൻ ഇതിലൂടെ സാധ്യമാകും. നിങ്ങളുടെ തലമുറകൾ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന തലമുറകളാകട്ടെ. നിങ്ങളുടെ വീട്ടിനകത്ത് കുടുംബ പ്രാർത്ഥനകൾ ഉയരട്ടെ. യേശുവിന്റെ നാമത്തിൽ. ഒരു കാറിനകത്ത് പലതും പല വഴിക്ക് പോകുകയല്ല, ഞായറാഴ്ച ഒന്നിച്ച് ആരാധനയ്ക്ക് വരത്തക്ക നിലകളിൽ യേശുവിൻ നാമത്തിൽ. ഈ വർഷത്തെ ന്യൂ ഇയർ സർവീസിന് നിങ്ങൾ വരുമ്പോൾ പറയാനൊരു സാക്ഷ്യം കർത്താവ് നിങ്ങൾക്ക് തരട്ടെ.